കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട കൊച്ചിയിലെ ഗുണ്ടാ സംഘത്തിന്റെ ഇടപെടൽ നിർണായകമായ നീക്കം പോലീസിൽ നിന്നും ഉണ്ടാവുന്നു. ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുക്കുകയാണ് പോലീസ്. വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതിനാണ് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കൊച്ചി ACPയുടെ നേതൃത്വത്തിലാണ് ഔറംഗസേബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. അനസിന്റെ വിദേശ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഔറംഗസേബിൽ നിന്നും ഈ പോലീസ് ചോദിച്ചറിയുകയും ചെയ്യുന്നു. അന്വേഷണം ബംഗളൂരുവിലേക്ക് നീങ്ങുകയാണ്. പെരുമ്പാവൂർ അനസിനെതിരായ കൊച്ചി പോലീസ് അന്വേഷണം ബംഗളൂരുവിലേക്ക് കടക്കുമ്പോൾ വ്യാജരേഖകളിലൂടെ അനസിന് പാസ്പോർട്ട് നൽകിയ ബംഗളൂരുവിലെ ഏജൻസിയിലേക്കും പോലീസിന്റെ അന്വേഷണം കടക്കുന്നു. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വെച്ച് നടപ്പിലാക്കിയ കൊട്ടേഷൻ പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ഔറംഗസേബിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങളും പോലീസ് ശേഖരിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കവുമായി ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ന്യൂസ് 18 നടത്തിയ അഭിമുഖവും അതിന്റെ തുടർ വിവാദങ്ങളുമാണ് പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് ഇതിന്റെ പശ്ചാത്തലം ഒരുങ്ങിയത്. എന്തായാലും പെരുമ്പാവൂർ അനസിനെതിരെ നിർണായകമായ നീക്കവുമായി പോലീസ് രംഗത്ത് വരുന്നു. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് കടന്നു എന്ന കേസിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനസിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, ബംഗളൂരുവിൽ ഈ വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് നൽകിയ ഏജൻസി, മറ്റിടപാടുകളടക്കം പോലീസ് പരിശോധിക്കുന്നു, അന്വേഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ടോം, എന്തായാലും ടോം നടത്തിയ അഭിമുഖങ്ങൾ, അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടാവുന്നത്. എന്താണ് ഈ പോലീസിന്റെ നീക്കം? അനസിനെ കുടുക്കാൻ പോലീസ് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സജിത്ത്, കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചും പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനെ കുറിച്ചും ഗുണ്ടാ നേതാവ് ഔറംഗസേബാണ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അനസ് രാജ്യം വിട്ടത് വ്യാജ പാസ്പോർട്ടിലാണെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തൽ ഔറംഗസേബ് നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 നടത്തിയ അന്വേഷണമാണ് പെരുമ്പാവൂർ അനസിനെതിരായിട്ടുള്ള ചില നിർണായകമായ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്. അതായത് അനസ് ബംഗളൂരുവിൽ നിന്നും വ്യാജ തിരിച്ചറിയൽ രേഖകൾ, വ്യാജ ആധാർ കാർഡും വ്യാജ ജനന സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ നിർമ്മിച്ച് അതുവഴി വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി വിദേശത്തേക്ക്, ദുബായിലേക്ക് കടന്നു വന്നായിരുന്നു. അതിന്റെ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ്, വാർത്തകൾ പുറത്തുവിട്ടതാണ്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിരിക്കുന്നു. എറണാകുളം സൗത്ത് പോലീസ് പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്തിരിക്കുക. അതായത് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് പെരുമ്പാവൂർ അനസിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഔറംഗസേബിനെ ന്യൂസ് 18 വെളിപ്പെടുത്തൽ നടത്തിയ, ന്യൂസ് 18നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ 6 മണിക്കൂറോളം തേവര പോലീസ് സ്റ്റേഷനിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എറണാകുളം ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉന്നതരാണ് ഔറംഗസേബിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പെരുമ്പാവൂർ അനസിനെതിരെ, ഗുണ്ടാ നേതാവിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനസിന് വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചു നൽകിയ ബംഗളൂരുവിലെ ഏജൻസിയിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് പെരുമ്പാവൂർ അനസ് ബംഗളൂരുവിലേക്ക് കടക്കുകയും, അതായത് 3 മാസം മുൻപ് കർണാടകയിലേക്ക് കടക്കുന്നു, ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനാണെന്ന വ്യാജേന പാസ്പോർട്ട് തരപ്പെടുത്തുന്നു. ഇങ്ങനെ 1.5 ലക്ഷം രൂപ നൽകിയാൽ ഇതേ രീതിയിൽ വ്യാജ പാസ്പോർട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന ഏജൻസികൾ ബംഗളൂരുവിലുണ്ടെന്ന് ഔറംഗസേബ് നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഔറംഗസേബിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ, അനസ് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ, മാത്രമല്ല കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് നടത്തിയിട്ടുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം ഔറംഗസേബിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും വ്യാജ പാസ്പോർട്ട് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട പെരുമ്പാവൂർ അനസിന് പങ്കുണ്ടെന്ന് സംശയമുള്ള പല കേസുകളും പുനരന്വേഷിക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായി പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ബംഗളൂരുവിലേക്ക് ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും പോലീസ് നടപടി കൂടുതൽ ശക്തമാക്കുന്നു. ആലുവ പോലീസും പെരുമ്പാവൂർ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ഔറംഗസേബിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് എറണാകുളം ACPയുടെ നേതൃത്വത്തിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. നേരത്തെ 2 തവണ
ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഔറംഗസേബിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു. ശക്തമായ നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സജിത്ത്, ടോം, ഒരു കാര്യം കൂടി, ഈ ഔറംഗസേബിൽ നിന്നും പോലീസ് സംഘം മൊഴിയെടുത്ത് ഈ അനസിന്റെ നീക്കങ്ങൾ അടക്കം പരിശോധിക്കുന്നു. അതിനപ്പുറം കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനോ അവരിൽ നിന്ന് മൊഴിയെടുക്കാനോ അനസിലേക്ക് എത്തിപ്പെടാനുള്ള മറ്റ് സാധ്യതകൾ തേടാനോ ഒക്കെ പോലീസിന്റെ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ആ തരത്തിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ടോ ടോം? സജിത്ത്, തീർച്ചയായും. കാരണം നേരത്തെ ഈ ന്യൂസ് 18 തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബിനെ കൂടാതെ ഇബ്രാഹിം കുട്ടി, നിഷിൽ ഉൾപ്പെടെയുള്ളവരെയും ATS ചോദ്യം ചെയ്തിരുന്നു, പോലീസും ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ പേരെ അനസിനൊപ്പം ഉണ്ടായിരുന്ന 300ഓളം യുവാക്കൾ പെരുമ്പാവൂർ അനസിനൊപ്പം, പെരുമ്പാവൂർ ആലുവ കേന്ദ്രീകരിച്ച് നിരവധി യുവാക്കൾ പെരുമ്പാവൂർ അനസിനൊപ്പം ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് ഔറംഗസേബ് പറയുന്നുണ്ട്. സ്വാഭാവികമായും അനസിനൊപ്പം ഉണ്ടായിരുന്ന പലരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. നിലവില് ഈ പെരുമ്പാവൂർ അനസ് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയെടുത്തുകൊണ്ട് വിദേശത്തേക്ക് കടന്നു. ഇതിന് പിന്നാലെയാണ് ഔറംഗസേബ് ഉൾപ്പെടെയുള്ള അനസിന്റെ വലം കൈയായിരുന്ന, അനസിന്റെ വിശ്വസ്തരായിരുന്ന പലരും കൂറുമാറിയത്, അനസിന്റെ പക്ഷത്തു നിന്ന് മാറിയത്. നിലവിൽ ഈ പലരും ഔറംഗസേബിനൊപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകൾക്കും വധഭീഷണി ഉണ്ട് എന്ന് പരാതി നേരത്തെ തന്നെ ഇബ്രാഹിം കുട്ടി ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, ഈ വധഭീഷണിയുമായി ബന്ധപ്പെട്ടും അനസിനെതിരെ അന്വേഷണം നീങ്ങുന്നുണ്ട്. സ്വാഭാവികമായും ഇവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അനസിന്റെ പല ബന്ധങ്ങളും, സിനിമാ ബന്ധം, രാഷ്ട്രീയ ബന്ധം, ഇതൊക്കെ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നത് എങ്ങനെയാണ്, ആരുടെ സഹായം ലഭിച്ചു, എന്തിനു വേണ്ടി കടന്നു, സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തും അടക്കം നടത്തിയിട്ടുണ്ടോ, കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസുകൾ, തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വീണ്ടും പുനരന്വേഷിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പെരുമ്പാവൂർ അനസിന് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ വിദേശത്തുള്ള ദുബായിലേക്ക് കടന്ന അനസ് ഈ ന്യൂസ് 18 നൽകിയ വാർത്തകൾക്ക് പിന്നാലെ ദുബായിൽ നിന്നും സൗദിയിലേക്ക് മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും അനസിനെതിരെ ഇപ്പോൾ കേസെടുത്ത പശ്ചാത്തലത്തിൽ പെരുമ്പാവൂർ അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികളും ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയാൽ സ്വാഭാവികമായും അടുത്ത നടപടി പെരുമ്പാവൂർ അനസിനെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. സ്വാഭാവികമായും അത്തരം നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെരുമ്പാവൂർ അനസ് മാത്രമല്ല, അനസിനെ പിന്തുണയ്ക്കുന്നവർ, അനസിന് എല്ലാവിധ സഹായങ്ങൾ നൽകുന്നവർ, അനസിനൊപ്പമുള്ളവർ, ഇവരിലേക്കൊക്കെ അന്വേഷണം നീങ്ങും. ഷിയാസ് കരീം എന്ന സിനിമ ചലച്ചിത്ര താരം, ഈ ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം, എന്തിനു വേണ്ടിയാണ് ഈ ഷിയാസ് കരീം ഇത്തരത്തിൽ സഹായങ്ങൾ നൽകിയത്, ഷിയാസ് കരീമിന് വേണ്ടി നടത്തിയിട്ടുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസും ATSഉം അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടോമ, ഒരു കാര്യം കൂടി, ഈ അനസ് നേരത്തെ തന്നെ ഗുണ്ടാ ലിസ്റ്റിലുള്ളയാളാണ്, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിപട്ടികയിലുള്ളതാണ്. പക്ഷേ പോലീസ് ഇയാൾക്ക് വിദേശത്തേക്ക് കടക്കാൻ, കേരളത്തിൽ നിന്നും അനസ് പ്രവർത്തന മേഖല ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ മാറിയതിനു ശേഷം, തമിഴ്നാട്ടിലേക്കും ഒക്കെ മാറ്റിയതിനു ശേഷം സംസ്ഥാന പോലീസിന്റെ റഡാറിന് പുറത്തായിരുന്നു ഈ അനസിനെ അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നില്ലേ കേരള പോലീസ് നീക്കങ്ങൾ നടത്തിയിരുന്നത്? സജിത്ത്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പെരുമ്പാവൂർ അനസിനെതിരെ കൊലപാതകം, വധശ്രമം അടക്കം 16 കേസുകൾ കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഉണ്ണിക്കുട്ടൻ കൊലക്കേസിലെ പ്രതിയാണ് പെരുമ്പാവൂർ അനസ്. നിരവധി കൊലപാതക കേസുകൾ, വധശ്രമ കേസുകളിലൊക്കെ അനസിന്റെ പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ കശ്മീർ റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട് അനസ് ആരോപണ വിധേയനാണ്. അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി, ഒരു കൊടും കുറ്റവാളി, ഗുണ്ടാ തലവൻ കേരളം വിട്ട കാര്യം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേരളം വിട്ടത്. ന്യൂസ് 18 വാർത്ത പുറത്തുവിടുന്നതുവരെയും കേരള പോലീസും നമ്മുടെ അന്വേഷണ ഏജൻസികളും ഇത് അറിഞ്ഞില്ല എന്നത് ഏറെ നടുക്കമുണ്ടാക്കിയ കാര്യമാണ്. സ്വാഭാവികമായും നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് ഉണർന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. ATS, പോലീസ്, മറ്റ് അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഇന്റലിജൻസ് അടക്കം പെരുമ്പാവൂർ അനസിന്റെ നീക്കങ്ങൾ പരിശോധിക്കുന്നുണ്ട്, നമ്മുടെ വാർത്തകൾ പരിശോധിക്കുന്നുണ്ട്, കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരം പ്രാഥമികമായി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അടുത്ത നടപടി അനസിനെ നാട്ടിലെത്തിക്കുകയാണ്. അനസുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്നിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ പല കേസുകളും
പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും അടക്കം, അതായത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പല ഇടപാടുകൾക്കും പെരുമ്പാവൂർ അനസ് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നതിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആ രീതിയിലുള്ള അന്വേഷണവും ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പെരുമ്പാവൂർ അനസിനെതിരെ കുരുക്കുമുറുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വ്യാജ പാസ്പോർട്ട്. രണ്ട്, വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് നൽകിയ ഏജൻസി. ഈ രണ്ടിടങ്ങളിലേക്കും അന്വേഷണം നടക്കുന്നു. ബംഗളൂരുവിലെ അനസിന്റെ ബന്ധങ്ങളെക്കുറിച്ചും വ്യാപാര ബന്ധങ്ങളിലേക്കും അടക്കം അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. ശക്തമായ നീക്കമാണ് ന്യൂസ് 18 വാർത്തയെ തുടർന്ന് നടപടിയായി മാറുകയും.